2025 ബഡ്ജറ്റോടെ ബൂം ഉണ്ടാകാൻ സാധ്യതയുള്ള 3 സെക്ടറുകളും സ്റ്റോക്കുകളും. വരുന്ന ഫെബ്രുവരി 1 സാറ്റർഡേ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ തന്റെ തുടർച്ചയായ 8ാമത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യും. അന്ന് സ്റ്റോക്ക് മാർക്കറ്റും റെഗുലർ മാർക്കറ്റ് അവേഴ്സിൽ ഓപ്പൺ ആയിരിക്കും. യൂണിയൻ ബഡ്ജറ്റ് 2025ഓടെ കുതിച്ചുവരാൻ സാധ്യതയുള്ള 3 സെക്ടറുകളും സ്റ്റോക്കുകളും ഇതാ. 1. റെയിൽവേ സെക്ടർ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 2.65 ലക്ഷം കോടി രൂപയായിരുന്നു റെയിൽവേ ക്യാപെക്സ്. ഈ വർഷം 3 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്യുമെന്നാണ് പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത്. റെയിൽവേസിന് ഹൈവേസിനേക്കാൾ ഫണ്ട് അലോക്കേഷൻ കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. 2. ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിനുള്ള ക്യാപിറ്റൽ ഔട്ട്ലേയിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് എക്സ്പെർട്ടുകൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈപ്പർസോണിക് വെപ്പൺസ്, ഡ്രോൺസ്, നെക്സ്റ്റ് ജെൻ ഫൈറ്റർ ജെറ്റ്സ് പോലുള്ള സിസ്റ്റംസ് മോഡേണൈസ് ചെയ്യാനായി. 3. ഇൻഫ്രാസ്ട്രക്ചർ. 2019 മുതൽ 2023 വരെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് 78%, പ്രൈവറ്റ് സെക്ടറിന്റേത് 22% ആയിരുന്നു. ഫിസ്ക്കൽ ഇയർ 2025-26 പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ 3 സെക്ടറുകളിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് താഴെ കമന്റ് ചെയ്യും.